നമസ്കാരം, ലളിത വാർത്താ സ്പെഷ്യലിലേക്ക് കയറി പോന്നോളി. കേരള നാട്ടിൽ ഭരണം പോരാ, അൻവർ മനസ്സിൽ ദുഃഖം, വേഷഭൂഷകൾ എല്ലാം മങ്ങി, മുഖവും വാടിയിരിപ്പു. ജലീൽ പറഞ്ഞത് കേട്ടു, അൻവർ ദാസനെ നന്നാക്കാൻ പോയി. ശശി എന്നൊരു പേരോതി ദാസൻ അടിച്ചൊതുക്കി വിട്ടു. ക്ലിഫ് ഹൗസിൽ നിന്നോടി നേരെ AKG സെന്ററിലെത്തി. അതേ സുഹൃത്തുക്കളെ, സെക്രട്ടേറിയറ്റിൽ നിന്ന് നൂറിലോടി അൻവർക്ക AKG ഇല്ലത്തെത്തിയേക്കണു. അതേ പരാതി, അതേ ഡയലോഗ്, അതേ ആവശ്യം. പി ശശി ആഭ്യന്തരം ഭരിക്കണ്ട, ചവിട്ടി പുറത്താക്കണം. പറ്റുവോ? ഇല്ലേ? പറ്റുവോന്ന്? ഇല്ലെങ്കി ഇപ്പൊ പറയണം, എനിക്കത് അറിയണം. നിങ്ങൾ ഏത് പൂഞ്ഞാറ്റിലെ പാർട്ടി സെക്രട്ടറിയാണ്? സർക്കാരിനകത്ത് കണ്ടവന്മാര് കയറി നിറങ്ങിയിട്ടും വായിൽ ബണ്ണും തിരിയിരിക്കുകയാണ്. പാർട്ടിയാണ് വലുത്, പാർട്ടി സെക്രട്ടറിയാണ് വലുത്. എന്നിട്ട് പാർട്ടി സെക്രട്ടറിക്ക് കാലെണ്ണയുടെ വിലയുണ്ടോ? ഉണ്ടല്ലോ, ഇപ്പൊ തെളിയിക്കണം. ഗോവിന്ദൻ സഖാവേ, നിങ്ങൾ അപ്പക്കച്ചവടം നടത്തിക്കൊണ്ടിരുന്നോ? പാർട്ടി സെക്രട്ടറി കസേര താമസിയാതെ പി ശശി എടുക്കും. അപ്പോ ശരിക്കും നിങ്ങൾക്ക് കൂറ്റനാട് ചെന്നിരുന്ന അപ്പക്കച്ചവടം നടത്താം. അങ്ങനെ AKG സെന്ററിൽ ചെന്ന് ഗോവിന്ദൻ മ്യാമനെ പിരികേറ്റിക്കൊണ്ടിരിക്കുകയാണ് അൻവർക്ക. ഇത് കേട്ട് രക്തം തിളച്ചല്ലേ ഗോവിന്ദൻ. എന്റെ മുഖത്ത് നോക്കി നീ ഇത് പറഞ്ഞിരുന്നെങ്കിൽ അന്ന് നിന്റെ അവസാനമായിരുന്നേനെ. ധൈര്യമുണ്ടെങ്കിൽ നീ കടലോട്ട് വാടാ, വഴുതടോ. അല്ലെങ്കിൽ നാളെ ആവട്ടെ. ഇതേ സംഭവിക്കാൻ പോണുള്ളൂ. പിണറായി ശിങ്കിടിക്കെതിരെ ഗോവിന്ദൻ നടപടിയെടുക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നിഷ്കളങ്കരെ? അൻവർക്ക് വെറുതെ സമയം കളയാണ്. സിസ്റ്റം ശരിയല്ല അൻവർക്ക്, സിസ്റ്റം ശരിയല്ല. ശശി വെറും ശശി അല്ല, സോമനാണ്. സോമനെ വില കുറച്ച് കാണണ്ട. പിണറായി ആ കരവലയത്തിനുള്ളിലാണ്. ഇതിന് പരിഹാരമില്ല. ഇറ്റ്സ് ഇൻക്യൂറബിൾ. ഞാൻ നിലമ്പൂര് തേക്കാണ്, തടിക്ക് കരുത്ത് കൂടുതലാണ്. തള്ളിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഈ നേരത്തെ ആഫ്രിക്കയിലെങ്ങാനും പോയി കുഴിച്ച് കുറച്ച് സ്വർണ്ണം എടുത്തുകൂടെ മനസ്സങ്ങൾക്ക്? ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് ശശിയാണെന്ന് ആഭ്യന്തര മന്ത്രിക്ക് തന്നെ പരാതി കൊടുത്തിട്ട് എന്താണ് ഉണ്ടായത്? നീ കാണിക്കുന്ന എന്തിനും ഞാൻ കൂട്ടു നിൽക്കുന്നു വിചാരിക്കണ്ട. ഈ വക പരിപാടിക്കാണെങ്കിൽ മേലാൽ എന്റെ വീട്ടിനകത്ത് നീ കാല് കുത്തരുത്. കാലും കുത്തും കൈയും കുത്തും. ഞാൻ ഇവിടെ വരും, അവളെ കാണും, എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ അവളെ കാണിക്കുകയും ചെയ്യും. ചോദ്യം തടയടാ. പിണറായി നടപടി എടുക്കുന്നില്ലേ എന്നും പറഞ്ഞ് നേരെ AKG സെന്ററിലേക്ക്. ഇനി ആകെയുള്ള പ്രതീക്ഷ CPM-ന് നൽകിയ പരാതിയിലാണ്. എവിടുന്ന് അൻവർക്ക് വെറുതെ വെയിൽ കൊള്ളുകയെന്ന്? പാർട്ടി സെക്രട്ടറി ഒരു അടിമയാണ്, നല്ല ഒന്നാം തരം പിണറായി അടിമ. മൂപ്പര് ആടിക്കളിക്കട കൊച്ചുരാമ, ചാടിക്കളിക്കട കൊച്ചുരാമ പാടിയാൽ അതിനനുസരിച്ച് ചുവട് വെക്കും ഗോവിന്ദൻ സഖാവ്. പോരാത്തേന് സ്വപ്നയ്ക്ക് 30 കോടി കൊടുത്ത് വശീകരിക്കാൻ, അങ്ങനല്ല സ്വാധീനിക്കാൻ ബംഗളൂരുവിലേക്ക് ആളെ പറഞ്ഞു വിട്ടതിന്റെ പേരിൽ ഒരു അന്വേഷണം വേണമെന്നും EP സിത്തപ്പൻ ഒരു ബോംബ് പൊട്ടിച്ചായിരുന്നല്ലോ, തീർന്നില്ല. പിന്നെ മ്യാമന്റെ മകൻ ചില മുതലാളിമാരുമായി അവിടുന്ന് അതല്ല, സാമ്പത്തിക ഇടപാട് നടത്തി വെട്ടിലായിരുന്നല്ലോ. അങ്ങനെ ആകെ മൊത്തം ഗോവിന്ദൻ ഫാമിലി ഡിങ്കോൾഫി നടത്തിപ്പെട്ടിരിക്കുകയാണ്. കാരണഭൂതം വേണം ഊരിയെടുക്കാൻ. അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ റേഷൻ കട മറന്ന് ഗോവിന്ദൻ മണ്ണെണ്ണ വാങ്ങുമെന്ന് അൻവർക്ക കരുതുന്നുണ്ടോ? എന്റെ പൊന്നൻവർക്ക, നിങ്ങളുടെ നല്ലതിന് വേണ്ടി പറയാണ്, നിങ്ങൾ ഓടി രക്ഷപ്പെട്ടോ. വെറുതെ ശശിക്ക് പിന്നാലെ നടക്കണ്ട, ഒന്നും നടക്കാൻ പോണില്ല. മറ്റേ കരിമണൽ കർത്തയുടെ ഡയറിയിലെ PV ആരാണെന്നൊരു ചോദ്യം കേരളത്തിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. ആ PV യവനാണെന്ന് പറഞ്ഞുകൊണ്ട് പിണറായി ഇങ്ങളെ പിടിച്ചകത്താക്കും. ഇനിയിപ്പോ ഒറ്റ വഴിയേ ഉള്ളൂ നിങ്ങളുടെ പോരാട്ടത്തിന്. മയക്ക് വെച്ച് അങ്ങാടിയിൽ ഇറങ്ങി 10 ആള് കേൾക്കെ വിളിച്ചങ്ങ് പറയാ. അങ്ങാടിയിൽ 10 ആള് കൂടുന്നിടത്ത് കിട്ടണം പിണറായിയെ. അൻവർക്കയുടെ പോരാട്ടം തുടരട്ടെ, വിപ്ലവം വിജയിക്കട്ടെ. ലാൽ സലാം സഖാക്കളെ. അപ്പൊ കാണാം.